മുനമ്പം വിഷയത്തിൽ കോഴിക്കോട് ലീഗ് ഹൗസിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും വിമർശിച്ചാണ് പോസ്റ്റർ. ബാഫക്കി സ്റ്റഡി സർക്കിൾ എന്ന പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. മുനമ്പം വിഷയത്തിൽ ലീഗിലെ അഭിപ്രായ ഭിന്നത പുറത്തായതിനു പിന്നാലെയാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ലീഗ് ഹൗസിന് മുന്നിൽ ദീപക് മലയമ്മയുണ്ട്. ദീപക് മലയമ്മ, വെരി ഗുഡ് മോർണിംഗ്. ഈ പോസ്റ്റർ നമ്മൾ കാണുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. കാരണം ഈ വിഷയത്തിൽ ഒരു തുറന്നുള്ള പ്രതികരണത്തിൽ ഇനി ലീഗ് നേതാക്കളെ ആരെയും കിട്ടില്ല. ലീഗ് ഒരു പരസ്യ പ്രതികരണം വിലക്കിയിട്ടുണ്ട്. ET മുഹമ്മദ് ബഷീറും KM ഷാജിയും ഒരു നിലപാട് സ്വീകരിക്കുന്നു. മറുഭാഗത്ത് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഒരു നിലപാട് സ്വീകരിക്കുന്നു. VD സതീശന്റെ നിലപാടാണ് PK കുഞ്ഞാലിക്കുട്ടിക്കുള്ളത് എന്നതാണ് ലീഗിലെ ഒരു വിഭാഗത്തിന്റെ വിമർശനം. എന്തായാലും മുനമ്പം വിഷയത്തിൽ പോസ്റ്റർ യുദ്ധം തുടങ്ങിയോ ദീപക്? ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. പോസ്റ്റർ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. ലീഗിനകത്തെ ഭിന്നത അത് മറനീക്കി പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഓരോ പോസ്റ്ററുകളും തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകാമെന്നു. ബാർ മുതലാളിമാരെയും റിസോർട്ട് മാഫിയകളെയും തൃപ്തിപ്പെടുത്താനല്ല, സമുദായ താല്പര്യം സംരക്ഷിക്കാനാണ് പാർട്ടി എന്നുള്ളതാണ് ബാഫക്കി സ്റ്റഡി സർക്കിളിന്റെ പേരിൽ ഒരു പോസ്റ്ററായി പതിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഞാനും അപ്പൻ തമ്പുരാനും സുഭദ്രയും പോലെ ലീഗ് ഒരു തറവാട്ട് ട്രസ്റ്റ് അല്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ചേർന്നുകൊണ്ടുള്ള ഒരു നീക്കമാണ്. ആ നീക്കത്തിന് ബലപ്പെടുത്തുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം VD സതീശൻ ഉൾപ്പെടെ മുനമ്പം വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതാണ് ലീഗിലെ വിമത വിഭാഗം ഇപ്പോൾ പരസ്യമായി തന്നെ പറയുന്നത്. അതിന്റെ ഭാഗമായാണ് ലീഗ് ഹൗസിന് മുൻപിൽ, ഒപ്പം തന്നെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ മുൻവശത്ത്, പാവുമണി റോഡിലെ പ്രസ് ക്ലബിനടുത്ത് ഒക്കെ തന്നെ ഇത്തരത്തിൽ പരസ്യമായി പോസ്റ്ററുകൾ പതിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. വഖഫ് സ്വത്ത് കട്ടെടുത്തവരെയും അതിന് കൂട്ടുനിന്നവരെയും സമുദായം വെറുതെ വിടില്ല എന്നുള്ളതാണ് മറ്റൊരു പോസ്റ്റർ. ആദ്യഘട്ടത്തിൽ തന്നെ ലീഗ് ഹൗസിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ആ പോസ്റ്ററുകൾ അവിടെ നിന്ന് പിന്നീട് നീക്കം ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഞാൻ ഇപ്പോൾ ഉള്ളത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുൻവശത്താണ്. അവിടെയും സമാനമായ രീതിയിൽ തന്നെ ആ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ നീക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ പോസ്റ്ററുകളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കാര്യഗൗരവത്തോടു കൂടി തന്നെ ആ പോസ്റ്ററുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനും സാധിക്കും. ഇതിൽ പ്രധാനമായും പറയുന്നത് വഖഫ് ഭൂമി വിഷയത്തിൽ കാരാത്തോട്ടെ മുതലാളിയുടെ കുതന്ത്രങ്ങൾ സമസ്ത മുഷാവറ തിരിച്ചറിയുക എന്നുള്ള ഒരു പോസ്റ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് സമസ്ത മുഷാവറ യോഗം ചേരാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ പാർട്ടിക്കകത്തുള്ള ഭിന്നതകൾ അത് മറനീക്കി പുറത്തു വരികയും ചെയ്യുന്നു. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ KM ഷാജി എടുത്തിരിക്കുന്ന സമീപനം, അതിന് പിന്നാലെ തന്നെ ET മുഹമ്മദ് ബഷീറും ഒപ്പം തന്നെ MK മുനീറും ഒക്കെ ഷാജിയെ പിന്തുണച്ച് എത്തുന്ന സാഹചര്യം. അതിന് പിന്നാലെ സാദിഖ് അലി തങ്ങൾ കൃത്യമായി പരസ്യ പ്രസ്താവനകൾ വിലക്കിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ആ നിലപാടൊക്കെ വന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മുനമ്പത്തെ ഭൂമി വഖഫ് അല്ലെന്ന് പറയാൻ VD സതീശനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പാർട്ടി പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാഫക്കി സ്റ്റഡി സർക്കിളിന്റെ പേരിൽ ഇത്തരത്തിൽ പോസ്റ്ററുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ പല ഘട്ടത്തിലും പാർട്ടി വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്കൊക്കെ പോയപ്പോൾ ബാഫക്കി സ്റ്റഡി സർക്കിളിന്റെ പേരിൽ പ്രത്യക്ഷ പ്രതികരണങ്ങളൊക്കെ വന്നത് മുൻകാലങ്ങളിൽ ചരിത്രമായി ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് ഒരു പ്രത്യക്ഷ പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല. എന്നാൽ പോലും ഇത്തരത്തിൽ പോസ്റ്റർ യുദ്ധം എന്ന കണക്കിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പലയിടങ്ങളിലായി ഇങ്ങനെ പോസ്റ്ററുകൾ ഒട്ടിക്കുക വഴി അത് കൃത്യമായി തന്നെ നേതൃത്വത്തെ ഉന്നം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ മുനവറലി തങ്ങളെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പല പോസ്റ്ററുകളിലും ഉണ്ട് എന്നുള്ളത് കൂടി വളരെ ശ്രദ്ധേയവുമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തെ പ്രധാനമായും അണികളിൽ ഒരു വിഭാഗം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ്. PM ഇസ്ലാമിനെ ജനറൽ സെക്രട്ടറിയാക്കി എടുക്കുന്നത് പോലും കുഞ്ഞാലിക്കുട്ടിയുടെ പ്രത്യേക താല്പര്യത്തിൻ്റെ ഭാഗമായി മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യവും കൂടി ഇപ്പോൾ കൃത്യമായി തന്നെ ഇത്തരം പോസ്റ്ററുകളിലൂടെ വെളിപ്പെടുത്തുകയാണ് ഈ വിമത വിഭാഗം എന്നുള്ളതാണ്. KM ഷാജിക്ക് ആ തരത്തിൽ ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കുന്ന തരത്തിലേക്ക് കൂടുതൽ പോസ്റ്ററുകൾ പലയിടങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. എന്തായാലും ഇന്നിപ്പോൾ മുഷാവറ ചേരുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ഉമർ ഫൈസി അടക്കം ലീഗ് വിമതരായി നിൽക്കുന്ന ആളുകൾ ആ തരത്തിൽ നേരത്തെ എടുത്തിരിക്കുന്ന സമീപനങ്ങളിലൊക്കെ തന്നെ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉൾപ്പെടെ കൂടുതൽ ചർച്ചകളിലേക്ക് പോകും. ആ ഒരു സാഹചര്യവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ യുദ്ധത്തിലേക്ക് ലീഗിലെ ഒരു വിഭാഗം കടക്കുന്നത് എന്നുള്ളത് കൂടി ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ലീഗിലെ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് വഖഫ് വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ നേതൃത്വത്തിന് അത് വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഒരുക്കുമെന്ന കാര്യത്തിൽ തർക്കവുമില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു ദീപക്. ദീപക് മലയമ്മയാണ് വാർത്ത നൽകിയത്.